വെളിപാട് പുസ്തകം 4-ാം അധ്യായം 5-ാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പറയുന്നു, അപ്പോസ്തലൻ യോഹന്നാൻ കാണുകയാണ്, സിംഹാസനത്തിൽ നിന്ന് മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും പുറപ്പെടുന്നു. സിംഹാസനത്തിന് മുൻപിൽ ജ്വലിക്കുന്ന 7 തീപ്പന്തങ്ങൾ. ഇവ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. സിംഹാസനത്തിന് മുൻപിൽ 7 ജ്വലിക്കുന്ന തീപ്പന്തങ്ങൾ. ഈ തീപ്പന്തങ്ങൾ ദൈവത്തിൻ്റെ സപ്താത്മാക്കളാണ്. ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന് പറയുന്നത് അത് പരിശുദ്ധാത്മാവ് തന്നെയാണ്. ഫുൾനെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ പൂർണ്ണതയെ കാണിക്കുന്ന തിരുവചനമാണിത്. സപ്താത്മാക്കൾ എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, വ്യത്യസ്തങ്ങളായിട്ടുള്ള 7 ആത്മാക്കളാണെന്ന് നമ്മൾ ആരും കരുതരുത്. ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മ പ്രവർത്തനത്തിൻ്റെ വിവിധങ്ങളായ 7 എക്സ്പ്രഷൻസ്, 7 ഭാവങ്ങളാണ്, അല്ലെങ്കിൽ 7 തലങ്ങളാണ്. ജ്ഞാനത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മ വെളിപ്പെടുന്നു. വിവേകത്തിൻ്റെ ആത്മാവായി പരിശുദ്ധാത്മ ചില സമയങ്ങളിൽ പ്രവർത്തിക്കുന്നു. ആലോചനയുടെ ആത്മാവായി പരിശുദ്ധാത്മ ചില സമയങ്ങളിൽ വ്യാപരിക്കുന്നു. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ വ്യത്യസ്തങ്ങളായ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സപ്താത്മാക്കൾ എന്ന് പറയുന്നത് പരിശുദ്ധാത്മ വെളിപ്പെടലിൻ്റെ 7 ഭാവങ്ങൾ, 7 പ്രദർശനങ്ങളാണ്. 7 പ്രദർശനങ്ങളാണ്. എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് യുഗാന്ത്യ സഭയ്ക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് ഈ ഒരു അഭിഷേകമാണ്. കാരണം നമ്മളായിരിക്കുന്ന കാലത്തിൻ്റെ സമയത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുമ്പോഴാണ് നമുക്കിത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ലോക ചരിത്രത്തിലും സഭാചരിത്രത്തിലും തന്നെ അതിപ്രാധാന്യമുള്ളൊരു സമയത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത്. കാലത്തിൻ്റെ അടയാളങ്ങളും ആനുകാലിക സംഭവങ്ങളും ദൈവവചനത്തിൻ്റെ മുന്നറിയിപ്പുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മൾ ആത്മാവിൽ വിവേചിക്കുമ്പോൾ, നമ്മളായിരിക്കുന്ന ഈ സമയത്തിൻ്റെ പ്രാധാന്യവും ഈ കാലത്തിൻ്റെ പ്രത്യേകതയും നമുക്ക് തിരിച്ചറിയുവാനായിട്ട് കഴിയും. നമ്മുടെ കർത്താവ് തൻ്റെ പ്രത്യാഗമനത്തോട് ബന്ധപ്പെട്ട് നമുക്ക് നൽകിയ അനേകം അടയാളങ്ങളുണ്ട്. പരിശുദ്ധ വചനത്തിൽ അനേകം അടയാളങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ ശ്രദ്ധിക്കണമേ, നമ്മുടെ കർത്താവ് തൻ്റെ പ്രത്യാഗമനത്തോട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന അനേകം അടയാളങ്ങൾ പരിശുദ്ധ ബൈബിളിലുണ്ട്. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകുന്ന അനേകം പ്രവചന സന്ദേശങ്ങൾ, അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ അടയാളങ്ങളെല്ലാം നമ്മളായിരിക്കുന്ന ഈ സമയത്ത് 90% ഈ അടയാളങ്ങളെല്ലാം നിറവേറപ്പെട്ട് കഴിഞ്ഞു. ശ്രദ്ധിക്കണമേ, 90% ഈ അടയാളങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടതായി നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണ് ഈ സമയത്തിൻ്റെ പ്രത്യേകത? നമ്മൾ പരിശുദ്ധ ബൈബിൾ ആവർത്തിച്ച് വായിക്കുമ്പോൾ ഒരു കാര്യം കാണുവാൻ പറ്റും. ലോക ചരിത്രത്തിൽ, സഭാ ചരിത്രത്തിൽ വളരെ നിർണായകമായൊരു സമയത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഒരു ഫൈനൽ അവറിലേക്ക്, അവസാന മണിക്കൂറിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ യുഗാന്ത്യ സഭയിലാണ്. കർത്താവിൻ്റെ വീണ്ടും വരവിന് ഒരുക്കമായിട്ടുള്ള പ്രതിഭാസങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മൾ എന്തുമാത്രം ശുഷ്കാന്തിയോടെ, ആത്മഭാരത്തോടെ നമ്മെ തന്നെ സ്വയം വിശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിനോട് ഐക്യപ്പെട്ട് ജീവിക്കേണ്ട സമയമാണെന്ന് അറിയാതെ പോകരുത്. വെളിപാട് പുസ്തകം 22-ാം അധ്യായം 10-ാം വചനത്തിൽ ഈ കാലത്തെക്കുറിച്ച് യോഹന്നാൻ ശ്ലീഹ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട.
എന്തെന്നാൽ സമയമടുത്തിരിക്കുന്നു. സമയമടുത്തിരിക്കുന്നു. പരിശുദ്ധ അമ്മ മാതാവ് ഇന്ന് ലോകത്തിന്റെ പല ദിക്കുകളിലും പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മക്കളായി നമ്മെ അറിയിക്കുന്ന പ്രവചന സന്ദേശം എന്താ? എൻ്റെ മക്കളെ, സമയമടുത്തിരിക്കുന്നു, സമയം ആസന്നമായിരിക്കുന്നു. ഇത് പ്രാർത്ഥിക്കുവാനും പരിഹാരം ചെയ്യുവാനും അനുതപിച്ച് മാനസാന്തരപ്പെടുവാനും ദൈവം അനുവദിച്ചിരിക്കുന്ന സമയമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ സമയം നിങ്ങൾ തിരിച്ചറിയാതെ പോകരുതേ. ഇത് തന്നെയാണ് വെളിപാട് പുസ്തകം 22:10 കണ്ടത്. സമയമടുത്തിരിക്കുന്നു. വീണ്ടും വെളിപാടിന്റെ പുസ്തകം 10-ാം അധ്യായം 6-ാം വചനത്തിൽ യോഹന്നാൻ ശ്ലീഹ വീണ്ടും ഒരു ദർശനം കാണുകയാണ്. ഒരു ദൂതൻ ശക്തമായ സ്വരത്തിൽ വിളിച്ചു പറയുക, ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും സമുദ്രവും അതിലുള്ളവയും സൃഷ്ടിച്ച നിത്യം ജീവിക്കുന്ന കർത്താവിന്റെ നാമത്തിൽ, നിത്യം ജീവിക്കുന്നവന്റെ നാമത്തിൽ ആണയിട്ട് പറയുകയാണ്. എന്താണ് ദൂതൻ വിളിച്ചു പറയുന്നത്? ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല, ഇനി കാലതാമസം ഉണ്ടാവുകയില്ല. സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, ഇനി കാലതാമസം ഉണ്ടാവുകയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു സമയം തിരിച്ചറിയണം. നമ്മൾ എത്തി നിൽക്കുന്ന ഒരു സമയം നമ്മൾ തിരിച്ചറിയണം. ഈ കാലത്തിന്റെ പ്രത്യേകത തിരിച്ചറിയണം. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുക. ഈ ഒരു ശുശ്രൂഷയിലൂടെ എന്താണ് ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? സമയം തിരിച്ചറിയാതെ പോകരുതേ. ഇത് ആത്മീയമായി ഒരുങ്ങുവാനുള്ള സമയമാണ്. ഹല്ലേലൂയ. എല്ലാവരും സർവ്വശക്തി ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. ഈ സമയം എന്തിനാണ് ദൈവം അനുവദിച്ചിരിക്കുന്നത്? ആത്മീയമായി ഒരുങ്ങുവാനുള്ള സമയം. നമ്മുടെ കർത്താവ് സമയത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുള്ളവനായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 1-ാം വചനത്തിൽ മനോഹരമായ വചനമാണ്. പരിശുദ്ധ വചനം പറയുന്നു, ഈ ലോകം വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു. ശ്രദ്ധിക്കണമേ, ഈ ലോകം വിട്ട് തൻ്റെ പിതാവിന്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന്. എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞേ, സമയമായി എന്ന്. ഒരല്പം കൂടി സ്വരത്തിൽ പറഞ്ഞേ, സമയമായി എന്ന്. പെസഹ തിരുനാളിന് മുൻപ് യേശു അറിഞ്ഞു. വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു, സമയത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുള്ളവനായിരുന്നു നമ്മുടെ കർത്താവ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, എല്ലാ സമയവും നമുക്ക് ഒരുപോലെയല്ല സഹോദരങ്ങളെ. സമയത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കി നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ആത്മാവിൻ്റെ പദ്ധതികൾ നിറവേറപ്പെടുന്നത്. സമയത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിഞ്ഞ് സമയാസമയങ്ങളിൽ കാലാകാലങ്ങളിൽ കർത്താവിൻ്റെ പദ്ധതിയോട് ഞാനും നിങ്ങളും സഹകരിക്കുമ്പോഴാണ് നമ്മെക്കുറിച്ചുള്ള നിശ്ചയം നിറവേറപ്പെടുന്നത്. നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ തലമുറയെക്കുറിച്ച് ദൈവത്തിൻ്റെ നിശ്ചയങ്ങൾ നിറവേറപ്പെടുന്നത് ദൈവം അനുവദിച്ചു തന്ന സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ്. വീണ്ടും യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം 4-ാം വചനത്തിൽ പരിശുദ്ധ വചനം വെളിപ്പെടുത്തുന്നു. യേശു അവളോട് പറഞ്ഞു, സ്ത്രീയേ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്താ കർത്താവ് പറഞ്ഞത്? എൻ്റെ സമയം സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ചിലർ പറയാറില്ലേ, ആ ഒരു സെക്കൻഡ് എത്ര വിലപ്പെട്ടതായിരുന്നു, ആ ഒരു സെക്കൻഡ് എന്തുമാത്രം വിലയുള്ളതായിരുന്നു. ചിലപ്പോൾ ഒരു മിനിറ്റ് അത് ഒരു മാസത്തെ വലുപ്പം നമുക്ക് സമ്മാനിക്കുന്നത്. ആ ഒരൊറ്റ മിനിറ്റിലൂടെ സംഭവിക്കുന്ന ചില കാര്യങ്ങൾ, അത് പോസിറ്റീവ് നെഗറ്റീവുമായിരിക്കാം. എൻ്റെ സഹോദരങ്ങളെ, സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട്. കർത്താവ് പറഞ്ഞു, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. എന്നാൽ
മറ്റൊരു സന്ദർഭത്തിൽ വീണ്ടും കർത്താവ് പറയുക, യോഹന്നാന്റെ സുവിശേഷം 17:1 എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? പിതാവേ സമയമായിരിക്കുന്നു, പിതാവേ സമയമായിരിക്കുന്നു. ശ്രദ്ധിക്കണമേ, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ കർത്താവ് ഇപ്പോൾ എന്താ പ്രാർത്ഥിക്കുന്നത്? പിതാവേ, അപ്പാ, എൻ്റെ സമയമായിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങൾ, ഇതുപോലെ നമുക്ക് ഈ ഒരു കാലയളവിൽ ദൈവം തരുന്ന ഈ സമയം എന്തിനു വേണ്ടിയുള്ള സമയമാണ്? ഈ സമയം എന്തിനുള്ള സമയമാണ്? ലോകത്തിൻ്റെ പിന്നാലെ പോയി നശ്വരമായ ചില നേട്ടങ്ങൾ സമ്പാദിക്കാനുള്ള സമയമല്ല ഇത്. ലോകത്തിൻ്റെ സുഖലോലുപതകൾ അനുഭവിച്ചുകൊണ്ട് ഈ ലോകത്തിൽ വളരെ ഇമ്പകരമായി ജീവിക്കുവാനുള്ള സമയമല്ല ഇത്. എൻ്റെ സഹോദരങ്ങളെ, നശ്വരമായ നേട്ടങ്ങൾക്കും ഉന്നമനങ്ങൾക്കും വേണ്ടി കർത്താവിൻ്റെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ടു പോകുവാനുള്ള സമയമല്ല ഇത്. ഈ സമയം എന്തിനുള്ള സമയമാണ്? ഇത് ആത്മീയമായി ഒരുങ്ങുവാനുള്ള സമയമാണ്. ദൈവത്തിൻ്റെ ശബ്ദാത്മാക്കളാൽ വ്യക്തിപരമായി ഞാനും നിങ്ങളും, നമ്മുടെ കുടുംബങ്ങളും, നമ്മുടെ തലമുറകളും, നമ്മുടെ കുഞ്ഞുങ്ങളും, യുഗാന്ത്യ സഭ മുഴുവനും കർത്താവിൻ്റെ ശബ്ദാത്മാക്കളാൽ പൂരിതമാകുവാൻ നമ്മൾ ആത്മീയമായി ആന്തരികമായി ഒരുങ്ങുവാനുള്ള സമയമാണ് സ്വർഗം നമുക്ക് അനുവദിച്ച് തന്നിരിക്കുന്നത്.